പൂക്കളം, സദ്യ, കൈകൊട്ടിക്കളി, പുലിക്കളി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് ഓണമാണ്. ഓണമെന്ന് കേട്ടാലോ പ്രവാസി മലയാളികളായി നമുക്ക് നമ്മുടെ സ്വന്തം കേരളഭൂമിയുടെ കുളിർമ. ഓണം മലയാള നാടിൻ്റെ സമ്പന്നതയുടെ ഒരു പൂക്കാലം. മനുഷ്യരെല്ലാവരും ഒരുപോലെ കള്ളവും ചതിവുമില്ലാതെ മുന്നേറിയ ഒരു നല്ല കാലം. വാത്സല്യം തുളുമ്പി നിൽക്കുന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകളിലൂടെ ആ നല്ല കാലത്തിൻ്റെ സ്മരണകൾ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഓർമ്മകളിൽ ഒരു പൊന്നോണം. കാലത്തുള്ള നടപ്പ് കഴിഞ്ഞ് എത്തിയോ? ഇനിയിപ്പം പഴയതുപോലെ ഒന്നും നടക്കാൻ വയ്യ. ഒരു വല്ലാത്ത ക്ഷീണം. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. താൻ അവിടെ നിൽക്കണോ? നമ്മുടെ ഉണ്ണി വിളിച്ചോ? ആ, വിളിച്ചു. അവൻ പോകണ്ടായിരുന്നു. ഇപ്പം നമ്മളിവിടെ ഒറ്റയ്ക്കായി പോയില്ലേ. അവന് പ്രായമായ നമ്മളെ ഒന്ന് കാണണമെന്ന് പോലുമില്ല. എപ്പോഴും തിരക്കാ. താൻ എന്താ ഈ പറയുന്നത്? അവർക്ക് അവരുടേതായ തിരക്ക് കാണില്ലേ? നമ്മളെ പോലെയാണോ? ആണായിട്ടും പെണ്ണായിട്ടും നമുക്കുള്ള ഒറ്റ മോന. അവരുടെ മക്കളെ താലോലിക്കേണ്ട ഈ സമയത്ത് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് മടുത്തു. ഇനിയൊന്ന് കണ്ണടച്ചാ മതിയായിരുന്നു. താൻ എന്താണോ ഈ പറയുന്നത്? താൻ പോയാ പിന്നെ ഞാൻ എന്തിനാണോ ഇവിടെ ഇങ്ങനെ? പോകുമ്പോ നമുക്ക് ഒരുമിച്ച് പോകാം. ഇപ്പൊ താൻ പോയി ഒരു ചായ കൊണ്ടുപോകും. ഞാൻ അതങ്ങ് മറന്നു. ഇപ്പൊ കൊണ്ടുവരാം. പത്രം തുറന്നാൽ മുഴുവൻ രാഷ്ട്രീയ കളികൾ മാത്രം. ഈ നാട് അടുത്ത കാലത്തേക്ക് നന്നാവില്ല. അതേ, മോൻ വീണ്ടും വിളിച്ചു. അവൻ ഓണത്തിന് നാട്ടിൽ വരുന്നുണ്ടെന്ന്. ഞാൻ എന്താ ഈ കേൾക്കുന്നത്? തിരുവോണത്തിന് അവൻ വരുമെന്നോ? നിനക്ക് ഓർമ്മയുണ്ടോ ലക്ഷ്മി? അവന്റെ കുട്ടിക്കാലത്തെ ഓണം അന്ന് ഇന്നത്തെ പോലെ ഒന്നും അല്ല. എന്താ ഒരു ആഘോഷം! ഈ മുറ്റത്ത് പൂക്കളവും പൂവിളിയും തുമ്പിത്തുള്ളലും ഊഞ്ഞാലാട്ടവും എന്തൊരു ബഹളമായിരുന്നു അന്ന്. അന്ന് പൂ പറിക്കാൻ ചിന്നിച്ചിതറി പാടി നടക്കുന്ന കുട്ടികളോടൊപ്പം അവൻ ഓടുമായിരുന്നു. ഓർമ്മയുണ്ടോ തനിക്ക്? തനിക്ക് ഓർമ്മയുണ്ടോ? ഒരു ഓണക്കാലത്താ തന്നെ ഞാൻ ആദ്യം കാണുന്നത്. പാടം പൂത്തു നിൽക്കുന്ന ആ പൊന്നിച്ചിങ്ങ മാസത്തിൽ പാടവരമ്പിലൂടെ താനിങ്ങനെ നടന്നു വരുന്നത് ഞാൻ ഓർക്കുന്നു. കസവ് പുടവയെടുത്ത എൻ്റെ ലക്ഷ്മിക്കുട്ടിയെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മനസ്സിൽ സന്തോഷം നിറഞ്ഞ വാർത്ത കേൾക്കുമ്പോൾ ഇതല്ലാതെ പിന്നെ എന്താണോ നമുക്ക് ഓർക്കാനുള്ളത്? താനും ഒന്നും അയവറക്കടോ ആ ഭൂതകാല സ്മരണകൾ. ശരിയാ, എന്തു ഭംഗിയായിരുന്നു നമ്മുടെ നാടെന്ന്. സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് ഉല്ലസിക്കാൻ ദൈവം തീർത്ത ദൈവത്തിന്റെ നാട് കേരളം. പുഴയോരം കളമേളം കവിത പാട
തന്നെ കാണാൻ ഇടവഴിയിൽ മറഞ്ഞു നിൽക്കുമ്പോൾ ചിങ്ങമാസത്തിൽ മാത്രം കേൾക്കുന്ന ആ കൊയ്ത്ത് പാട്ട് എനിക്ക് ഓർമ്മയുണ്ടോ? ആ പാട്ട് കേട്ട് നമ്മൾ എല്ലാം മറന്ന് ഒരുപാട് നേരം നിന്നു. എത്ര കേട്ടാലും മതിവരാത്ത കൊയ്ത്തുപാട്ട്. ഓണസദ്യ കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് വള്ളംകളി കാണാൻ പോയത് ഞാൻ ഓർക്കുന്നു. പുന്നമട കായലിലെ കുഞ്ഞോളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് വായുന്ന ചുണ്ടം വള്ളങ്ങൾ. വള്ളംകളി കഴിഞ്ഞാൽ ഉടനെ ഒരു പുലിക്കളി. ആറന്മുളപ്പള്ളിയോടം ആർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആട്ടിരക്കൻ പൂരക്കളി. ആറന്മുളപ്പള്ളിയോടം ആർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആട്ടിരക്കൻ പൂരക്കളി. അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ, അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ. അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പ് കൊണ്ട്. അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പ് കൊണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് നല്ല ഓർമ്മകളുടെ ഒരു വസന്തോത്സവമായിരുന്നു അന്നത്തെ ഓണം. ഉണ്ണി വരുന്ന ഈ ഓണം നമുക്ക് അന്നത്തെ പോലെ ആഘോഷിക്കാം. ഈ മുറ്റത്ത് ഒരു വലിയ ഉത്സവം തന്നെ വേണം. വിദേശത്തുള്ള അവന്റെ കുട്ടികൾ നമ്മുടെ ആഘോഷമൊക്കെ ഒന്ന് കാണട്ടടോ. എങ്കിൽ ഞാൻ അകത്തുപോയി എല്ലാരെയും വിവരം അറിയിക്കാം. എന്നാൽ താൻ ചെല്ല്. എന്തൊക്കെയാ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചത് മതി. അവൻ നമ്മുടെ ഉണ്ണി, അവൻ വരുന്നില്ല. താൻ എന്താണോ പറഞ്ഞത്? അവൻ വരുന്നില്ലെന്നോ? അതെ, കുട്ടിയുടെ പരീക്ഷയാണെന്ന് പോലും അവന് വരാൻ പറ്റില്ലെന്ന്. കുട്ടികളുടെ പരീക്ഷ നമ്മളും അവനെ വളർത്തിയതല്ലേടോ. അവൻ വരണ്ട, ആരും വരണ്ട. ഓർക്കുവാൻ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് വാരി എറിഞ്ഞ ഈ ഓണം നമുക്ക് വേണ്ടടോ, നമുക്ക് വേണ്ട. എന്താണോ ആ ശബ്ദം? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് മഹാബലി തമ്പുരാനല്ലേ? തമ്പുരാൻ ഇങ്ങോട്ട് തന്നെ എവിടെല്ലോ വരുന്നത്. തമ്പുരാൻ ഇങ്ങോട്ട് വരുന്നോ? ഞാൻ എന്താ ഈ കാണുന്നത്? എല്ലാവർക്കും
കേരളത്തിലെ യാത്ര കഴിഞ്ഞ് മടങ്ങുവാൻ ഒരുങ്ങുന്ന സമയത്താണ് നാം നിങ്ങളുടെ നിലവിളി കേട്ടത്. നിങ്ങളുടെ ദുഃഖം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്തവണത്തെ കേരള സന്ദർശനത്തിൽ നിങ്ങളെപ്പോലെ മക്കൾ അടുത്തില്ലാത്ത ഒറ്റപ്പെട്ട കുറെ മാതാപിതാക്കളെ നാം കണ്ടു. ജീവിതത്തിന്റെ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി കേരളം വിട്ട നിങ്ങളുടെ മക്കൾ, പ്രവാസികളായ എന്റെ പ്രജകൾ ഓരോ ഓണനാളിലും നാട്ടിലേക്ക് ഓടിയെത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ അവരെ അതിനനുവദിക്കുന്നില്ല. എന്നിരുന്നാലും ഓണനാളുകളിൽ അവരെല്ലാവരും ഒന്നു ചേർന്ന് ആ നല്ല കാലം ആഘോഷിക്കും. നിങ്ങളുടെ മകന്റെ ഓണാഘോഷ പരിപാടികൾ കാണുവാനുള്ള വരം നാം ഇതാ നിങ്ങൾക്ക് നൽകുന്നു. ഇതാ നോക്കൂ.